ഇന്നത്തെ സ്പെഷ്യൽ ചക്കട ഉണ്ടാക്കാനാണ്. ചക്കട ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ചക്ക വെറുതെ എടുത്ത് പുഴുങ്ങി അതിനെ വേവിച്ച് അല്ലെങ്കിൽ മിക്സിയിലടിച്ചിട്ട് അതിൽ പൊടിയിട്ട് നാളികേരമിട്ട് കുഴയ്ക്കണതല്ല ചക്കട. ഒറിജിനൽ ചക്കട ഇതേപോലെ ചക്ക വരട്ടിയിട്ട് അതിൽ നിന്ന് എടുത്തിട്ട് പൊടിയിട്ട് കുഴച്ച് നാളികേരമിട്ട് ഉണ്ടാക്കുന്നതാണ് ചക്കട. ഇതിനാണ് ടേസ്റ്റ് കൂടുക. നമുക്ക് വെറുതെ ചക്ക വേവിച്ച് അതിൽ പൊടിയിട്ടിട്ട് കുഴച്ചുണ്ടാക്കുന്ന ചക്കയ്ക്ക് ഒരു ചക്ക പുഴുങ്ങിയ മണം വരും, അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. ഇപ്പോൾ കുറച്ച് ചക്ക എടുത്തു, ഒരു 3-4 കയ്യിൽ അരിപ്പൊടി ഇട്ടു, കുറച്ച് നാളികേരം ചെരുകിയെടുത്തു, ഏലക്കായും നെയ്യൊക്കെ ഈ ചക്ക വരട്ടിയിലുണ്ട്. അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും. ഇതിന് നല്ലപോലെ കുഴച്ചെടുക്കുക. ഇതിപ്പോൾ നല്ല ചൂടുണ്ട്. 2 ദിവസം കൊണ്ടാണ് ഈ ചക്ക വരട്ടിയത്. 3 ചക്ക, 2 കിലോ ബെല്ലം, 200 നെയ്യ്. ഞാൻ ചൂടാൻ പോണത് അത്തിയിലയിലാണ്. അത്തിയിലയ്ക്ക് നല്ല ഔഷധ ഗുണമുണ്ട്. വളരെ പൊടിയൊക്കെ കുഴച്ച് കഴിഞ്ഞു. ഇനി നമുക്കിതിൽ അട പരത്തി നോക്കാം എങ്ങനെയുണ്ടെന്ന്. ചെറിയ ഉരുളകളാക്കിയിട്ട് ഇലയിൽ പരത്തി കൊടുക്കുക. മറ്റേ അരിയട പോലെ അധികം കനം കുറയ്ക്കണ്ട, ഒരുവിധം കനം കുറയ്ക്കുക, എന്നാൽ കനം അധികം പാടുമില്ല. ഈ ചക്ക വരട്ടാൻ തുടങ്ങിയിട്ട് 47 വർഷമായി. ഞാൻ ഇതേവരെ ചക്കട ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ചക്കട ഉണ്ടാക്കുന്നത്. ഒരു പ്രാവശ്യം ഇതേപോലെ പുഴുങ്ങിയിട്ട് അടയുണ്ടാക്കിയിട്ട് ആരോ തന്നിട്ടുണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അത് കാരണം ഞാൻ ഉണ്ടാക്കാറില്ല. ഇപ്പോൾ അടയൊക്കെ പരത്തി കഴിഞ്ഞു. ഇനി നമുക്കിത് അടുപ്പത്ത് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കണം. ഇതിപ്പോൾ ഒരു ചട്ടിയിൽ വെച്ചിട്ട് നമ്മൾ അട ചുട്ടെടുക്കുകയും ചെയ്യാം. ഇതിപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ച് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കുകയാണ്. അടയൊക്കെ വെന്ത് കഴിഞ്ഞു. ഇനി നമുക്കിതൊക്കെ അതിൽ നിന്ന് എടുക്കാം. ഞാൻ യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ പലരും ഇങ്ങനെ ചക്ക വേവിച്ചെടുത്തിട്ട് പൊടിയിട്ട് കുഴയ്ക്കാറാണ് കണ്ടിട്ടുള്ളത്. അതിന് ഇത്ര കളറും കിട്ടില്ല. ഇതുപോലെ വരട്ടി വയ്ക്കുന്ന ചക്ക ഒരു കൊല്ലം വരെയും ഞാൻ സൂക്ഷിച്ച് വയ്ക്കാറുണ്ട്. ഞങ്ങളുടെ ചക്കട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഒറിജിനൽ ചക്ക വെച്ചിട്ട് ഇതേമാതിരി ഉണ്ടാക്കിയതാണ്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ബൈ.